ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും തുല്യ അവകാശങ്ങളാണുള്ളത്. പക്ഷേ വിവേകബുദ്ധിയുള്ള മനുഷ്യർ മാത്രം സ്വാർത്ഥരായി ഈ നിയമങ്ങളെ അനുസരിക്കുന്നില്ല. ഇവിടെയാണ് ഒരു മൃഗസ്നേഹിയായ അനാഥരായ മൃഗങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഉഴിഞ്ഞുവച്ച ശ്രീ സജിത് സാജനെ നാം പരിചയപ്പെടുന്നത്. ഞാൻ സജിത് ഷാജൻ, ആനിമൽ റെസ്ക്യൂ കൊച്ചി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ ഫൗണ്ടറാണ്. ഞാൻ എൻ്റെ ആനിമൽ റെസ്ക്യൂ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ 2008 ഒരു മാഡ് ഡോഗ്സ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ഫോർട്ട് കൊച്ചിയിൽ. അപ്പോൾ അങ്ങനെ അവിടെ വോളണ്ടിയർ ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ 2012 വെറ്റിനറി നഴ്സിംഗ് ട്രെയിനിങ് ചെയ്തു. WVS ഊട്ടിയിലുള്ള ട്രെയിനിങ് സെൻറ്ററിലാണ് ചെയ്തത്. പിന്നെ ഞാൻ ഗോവയിൽ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിൽ 3 years വർക്ക് ചെയ്തു. പീപ്പിൾ ഫോർ ആനിമൽസ് ട്രിവാൻഡ്രത്ത് അവിടെയെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോവയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് കൊച്ചിയിൽ തിരിച്ചു വരണം, ഇവിടെ കൊച്ചിയിലുള്ള ആനിമൽസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരിത് വന്നു. ഞാൻ തിരിച്ചു വന്നു. ഇവിടെ തന്നെ ഒരുപാട് ഓർഗനൈസേഷൻസിൽ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ നമ്മൾ കൊറോണ 2020 ഞാൻ ആനിമൽ റെസ്ക്യൂ കൊച്ചി ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്യണത്. നമ്മളിപ്പോൾ റെസ്ക്യൂ സെൻ്റർ ഉള്ളത് പനങ്ങാടാണ്. അവിടെ നമുക്ക് ഒരുപാട് ആനിമൽസ് ഉണ്ട്. നമുക്ക് ഡെയിലി ഒരുപാട് കോൾസ് വരും റെസ്ക്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് റെസ്ക്യൂസ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വോളണ്ടിയേഴ്സ് ട്രസ്റ്റ് ആക്ച്വലി 5 ട്രസ്റ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് വോളണ്ടിയേഴ്സ് ഉള്ളൊരു ഇപ്പോൾ ഒരു ഏകദേശം ഒരു 15 വോളണ്ടിയേഴ്സ് ഉണ്ട്. അതിൽ ആക്റ്റീവായിട്ടുള്ള വോളണ്ടിയേഴ്സ് ഒരു 10 പേര് ആക്റ്റീവാണ്. സൺഡേസിലൊക്കെ അഡോപ്ഷൻ ഡ്രൈവ് അങ്ങനെ പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് അവിടേക്ക് ആക്റ്റീവായിട്ട് വോളണ്ടിയേഴ്സ് വരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ ജനിച്ചപ്പോൾ മുതലേ ആനിമൽസ് ഉണ്ട്. എൻ്റെ ഫാദർ ആണ് എൻ്റെ ഏറ്റവും ഭയങ്കര ഇൻസ്പിറേഷൻ. കാരണം പുള്ളിക്ക് ഭയങ്കര ഡോഗ്സിനോടും എല്ലാ ആനിമൽസിനോടും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഫാമിലി ഇപ്പോൾ അമ്മയാണെങ്കിലും ബ്രദർ ആണെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യും, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് വെറ്റിനറി ഡോക്ടർ ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷെ അത് പറ്റിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വെറ്റിനറി നേഴ്സായി. ഇനിയിപ്പോൾ എനിക്ക് ആ ഒരു ടൈം ഇല്ല. അപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ എത്രയും ആനിമൽസിനെ എനിക്ക് സേവ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അത്രയും ഞാൻ ചെയ്യും. പിന്നെ ആരും ഇപ്പോൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും എനിക്കിത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിപ്പോൾ എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഇപ്പോൾ എനിക്കിപ്പോൾ ആരും ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്യും. പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ നോക്കുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഓർഗനൈസേഷൻസോ ഏതെങ്കിലും കമ്പനീസോ CSR ഫണ്ട് അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് കൂടി കുറച്ചുകൂടിയൊക്കെ എന്താ പറയുക നമ്മളെ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. വാക്സിനേഷൻസ് ഇപ്പോൾ എന്താ പറയുക ഫ്രീ ആയിട്ട് റേബീസ് വാക്സിൻസ് ഇങ്ങനെ കമ്മ്യൂണിറ്റീസിൽ നമ്മളത് ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കൂടി ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾക്കിപ്പോൾ റെസ്ക്യൂ നമുക്ക് നോർമലി കോൾസ് വരും. നമ്മുടെ നമ്പർ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പിന്നെ നമ്മളിപ്പോൾ എൻ്റെ പേഴ്സണൽ നമ്പർ പോലും ആളുകൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുക റെസ്ക്യൂ ചെയ്യാനായിട്ട്. കോൾസ് വരും. കോൾസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ആക്സിഡൻറ്റ് കേസ് ആയിരിക്കും, ചിലപ്പോൾ വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ എന്താണെന്നുള്ളത് ആദ്യം തന്നെ അവർ ഇൻഫോമറോട് പറയുന്നത് വെച്ചാൽ നമുക്കൊരു വീഡിയോ അയച്ചു തരാൻ പറയും, പിന്നെ ലൊക്കേഷൻ അയക്കാൻ പറയും. നമ്മളിപ്പോൾ അവിടെ പോയി പിക്ക് ചെയ്ത് ഇപ്പോൾ ആക്സിഡൻറ്റ് കേസ് ആണെങ്കിൽ നമുക്ക് ക്ലിനിക്കെല്ലാം സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നമുക്ക് വെറ്റിനറി ഡോക്ടർ ഇല്ല ഇവിടെ. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോകും, കണ്ടീഷൻ എന്താണെന്ന് നോക്കും. ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ട ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളവിടെ അഡ്മിറ്റ് ചെയ്യും. അഡ്മിറ്റ് ചെയ്തതിൻ്റെ കേസ് അവിടെ അഡ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ റെസ്ക്യൂ സെൻ്ററിൽ കൊണ്ടുവന്നിട്ട് മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് റിക്കവറി പീരീഡ് ഇപ്പോൾ ഡിപ്പെൻസ്. ഇപ്പോൾ വൂൺസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 വീക്സ് ഒക്കെ എടുക്കും റിക്കവറായി വരാനായിട്ട്. അതിനിടയ്ക്ക് തന്നെ നമ്മൾ ആൾ ഹെൽത്തി ആകുവാണെങ്കിൽ നമ്മൾ വാക്സിനേഷൻ എടുക്കും. വൂണ്ടെല്ലാം ഹീലായതിനു ശേഷം നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയിട്ട് വന്ധ്യംകരണം ചെയ്യും. വന്ധ്യംകരണം ചെയ്തിട്ട് നമ്മൾ സെയിം ലൊക്കേഷനിൽ തന്നെ വിടും. നമുക്ക് റൂൾസ് അനുസരിച്ചിട്ട് നമ്മൾ സെയിം ലൊക്കേഷനിൽ തന്നെ കൊണ്ട് വിടണം എന്നുള്ളതാണ്. ഒരുപാട് ബ്രീഡ് ഡോഗ്സ് അബാൻഡൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് അറിയത്തില്ല. എല്ലാവരും ചോദിക്കുന്നത് ഇപ്പോൾ ബ്രീഡ് ഡോഗിനെ കാണുമ്പോൾ നിങ്ങൾ ബ്രീഡ് ഡോഗിനെ മാത്രമേ എടുക്കുന്നുള്ളൂ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അത് ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അബാൻഡൻ ചെയ്യപ്പെടുന്നത് ബ്രീഡ് ഡോഗ്സ് ആണ്. സജിത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ സജിത്ത് ആനിമൽസിനെ കുറിച്ച് ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ പുള്ളി ഞങ്ങൾ ഈ ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളും ഞങ്ങൾ കയ്യിൽ കാശില്ലെങ്കിൽ പോലും കുറേ ഡെപ്റ്റ് കടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ആണെങ്കിൽ പോലും സേവ് ചെയ്യാൻ നോക്കാറുണ്ട് ആനിമൽസിനെ. ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും കുറേ പെൻഡിങ് ബിൽസ് ഉണ്ട്, ആംബുലൻസ് ഉണ്ട്, അതിൻ്റെ കുറേ EMIs അങ്ങനെ കുറേ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും കാണിക്കാണ്ട് ഞങ്ങൾ മാക്സിമം ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റോപ്പ് സ്റ്റില്ലിൽ എത്തിയിരിക്കുകയാണ്. കാരണം എല്ലാ സൈഡിൽ നിന്നും ഞങ്ങൾക്ക് ഡൊണേഷൻസ് കിട്ടുന്നത് വളരെ കുറവാണ്. സജിത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആനിമൽസിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കണ്ടെടുത്തോളം. എന്ത് വന്നാലും എത്ര രാത്രിയാണെങ്കിലും പുള്ളി പോവും. ഞങ്ങളില്ലെങ്കിൽ പോലും പുള്ളി ഒറ്റയ്ക്കാണെങ്കിൽ പോലും പോവും. അങ്ങനെ മാരാരിക്കുളത്ത് പോയിട്ട് ഒരു ഡോഗിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു.
അന്ന് പുള്ളിക്ക് തീരെ വയ്യ, അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ പോയിട്ട് ആ ഡോഗിനെ എടുത്തു. പക്ഷേ അവിടുത്തെ ആൾക്കാർ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അവരതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് തന്നു. ഡോഗ് ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഞങ്ങളിന്ന് തിരിച്ചു ഫുള്ളി റിക്കവേർഡാണ്, തിരിച്ചു കൊണ്ടുപോയി വിടും. അപ്പോൾ പുള്ളിയുടെ എല്ലാ ആഗ്രഹങ്ങളും എന്ന് വെച്ചാൽ നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടൊരു റെസ്ക്യൂ സെൻറ്റർ തുടങ്ങുക, ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട്, ലൈക്ക് ഗുഡ് ഫണ്ടിങ്. അങ്ങനെയാണെങ്കിൽ 24/7 വർക്ക് ചെയ്യാൻ പുള്ളി തയ്യാറാണ്. ഇപ്പോൾ കൊച്ചിയിലുള്ള ആകെയുള്ള ഒരു ഷെൽട്ടർ നമ്മളുടെ മാത്രമാണ്. അതും ആനിമൽ റെസ്ക്യൂ കൊച്ചി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിംഗിൾ ഓർഗനൈസേഷനാണ്. നമുക്ക് വേറൊരു ഓർഗനൈസേഷനായിട്ടൊന്നും ടൈപ്പ് ഒന്നും ഇല്ല. പിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ റെസ്ക്യൂസ് ആണെങ്കിൽ പോലും വേറെ ഒരുപാട് രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻസ് ഇവിടെ ഉണ്ട്, പക്ഷെ അവർക്കൊന്നും റെസ്ക്യൂ സെൻറ്റർ ഇല്ല. പക്ഷെ അവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വരുന്ന കോൾസ് കൂടി നമ്മൾക്ക് ഫോർവേഡ് ചെയ്യും. ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ, അവർ ഭയങ്കര വലിയൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അവർക്ക് കോൾ സെൻറ്റേഴ്സ് വരെ ഉണ്ട്. അപ്പോൾ അവരുടെ കോൾ സെൻറ്ററിൽ നിന്ന്, ഡൽഹിയിലുള്ള കോൾ സെൻറ്ററിൽ നിന്ന് എൻ്റെ പേഴ്സണൽ നമ്പർ വരെ അവർ റെസ്ക്യൂസിന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തു നിന്നുള്ള ഇതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ 24/7 കോൾസ് വന്നുകൊണ്ടിരിക്കുക. നമുക്കൊന്ന് ഉറങ്ങണമെങ്കിൽ തന്നെ ഫോൺ ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്കുള്ള എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് പിന്നെ റീസെൻ്റ്ലി വരുന്ന കേസ് എന്ന് വെച്ചാൽ പിന്നെ ക്രൂവൽറ്റി കേസസ് വരും, ആളുകൾ ഇങ്ങനെ ഉപദ്രവിക്കുന്ന കേസ് വരും. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും എന്താ പറയുക, കുറച്ച് സാഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലേഡി ഒരു പപ്പീനെ, അതായത് അവരുടെ വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ അടിയിൽ പോയതിന് തലയിൽ ഒരു മരത്തിൻ്റെ ഒരു പീസ് വെച്ച് അടിച്ചതാണ്. അപ്പോൾ അത് ഭയങ്കര ചെറിയ പപ്പിയാണ്. പിന്നെ അതിന് തലയിൽ അടിച്ചു. 2 പപ്പീസ് ഉണ്ടായിരുന്നു, 2 പപ്പീസിനെയും തലക്കിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു പോലീസ് ഓഫീസറാണ്, അവിടുത്തെ അടുത്ത് തന്നെയുള്ള സ്റ്റേഷനിലെ പോലീസ് ഓഫീസറാണ്. ഈ ലേഡി അങ്ങനെ ചെയ്തു. ആ ഇൻഫോമേഴ്സ് പോലും, നമ്മൾ എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് ആ ഇൻഫോമർ പോലും, അയാൾ പോലും കരഞ്ഞൊരവസ്ഥയാണ്. അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിൻ്റെ സ്കൾ 2ആയിട്ട് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് സഫർ ചെയ്തിട്ട് ആ പട്ടി മരിച്ചത്. അതിന് കൂടെ ഉണ്ടായിരുന്ന പപ്പി ബ്ലൈൻഡായി. ആ പപ്പിയും ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഡെഡായി, സർവൈവ് ചെയ്തില്ല. പിന്നെന്ന് വെച്ചാൽ അവർ ആ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ടിട്ടും നമ്മളിപ്പോൾ സ്റ്റേഷനിൽ തന്നെ ഒരു ക്രൂവൽറ്റി കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് വെച്ചാൽ, നമുക്കിവിടെ ഹ്യൂമൻസിൻ്റെ കേസ് തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴാണ് അവൻ പട്ടിയുടെ കേസുമായിട്ട് വന്നേക്കുന്നുള്ള രീതിയിലുള്ളൊരു റെസ്പോൺസാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കേസ് കൊടുത്താൽ തന്നെ നമ്മളുടെ ലോസ് ഒന്നും അത്ര സ്ട്രിക്റ്റ് അല്ല. ഭയങ്കര ഈസി ആയിട്ട് ആളുകൾക്ക് ഇപ്പോൾ ഫൈൻ അടച്ചിട്ട് ഇറങ്ങി പോരാവുന്ന അത്രയും റൂൾസേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഒരു മുൻകൈ എടുത്ത് ലോസ് എല്ലാം സ്ട്രിക്റ്റ് ആക്കിയിട്ട് കൂടുതൽ ഫൈനോ അല്ലെങ്കിൽ ശിക്ഷ കുറച്ചും കൂടിയൊക്കെ കഠിനമാക്കിയാൽ മാത്രമേ ആളുകൾ ഈ ക്രൂവൽറ്റി സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. ഞാൻ കണ്ടേക്കുന്ന ഒരു ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യർ ഒരുപാട് ആളുകൾ മൃഗങ്ങളെ ഉപദ്രവിക്കാറുണ്ട് ഒരു കാര്യമില്ലാതെ. ഇപ്പോൾ കുട്ടികളോടാണെങ്കിലും നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ചോദിക്കുക, ഒരു ഡോഗിനെ നിങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനിമലിനെ സ്ട്രീറ്റിൽ കണ്ടാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്ന കല്ലുവഴിച്ചെറിയുന്ന. ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഒന്നെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ വീട്ടിൽ പാരൻസ്. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വളർന്നു വരുന്ന തലമുറയെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് മിണ്ടാപ്രാണികൾക്ക് നമ്മൾ ഉപദ്രവിക്കരുത്. നമ്മൾ ഓക്കെ ശരിയാണ്, ഒരു ഡോഗ് അവിടെ നിൽക്കുന്നത്, നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റില്ല പോലും അതിനെ ഉപദ്രവിക്കാതിരിക്കുക, അതതിൻ്റെ വഴിക്ക് പൊയ്ക്കോളും. പിന്നെ ഒരു റെസ്ക്യൂ ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ കോൾ വന്നിട്ട് നമുക്ക് വില്ലിംഗ്ടൺ ഐലൻഡിലായിരുന്നു റെസ്ക്യൂ ഉണ്ടായിരുന്നത്. നമ്മളപ്പോൾ പോയി നോക്കി. കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്സിഡൻ്റ് ആയിട്ട് ഡോഗിൻ്റെ 2 കാലും, ഫ്രണ്ടിലത്തെ 2 കാലും മൾട്ടിപ്പിൾ ആയിട്ട് ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു. അത് ഒടിഞ്ഞ് 3ആയിട്ട് നുറുങ്ങിയിട്ടുണ്ടായിരുന്നു. ബോൺസ് ഒക്കെ പുറത്ത് വന്ന രീതിയിലായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം ഡോഗ് നടക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ടായിരുന്നു. മോസ്റ്റ്ലി ഇങ്ങനെയുള്ള കേസസിൽ ഡോക്ടർ ആംബ്യൂട്ടേഷനാണ് സജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഡോക്ടർ കിഷോർ ഡോക്ടറിൻ്റെ അടുത്താണ് കൊണ്ടുപോയത്. ഡോക്ടർ അപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു, പ്ലേറ്റ് അല്ലെങ്കിൽ പിൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഡോഗ് അഗ്രസീവ് ആയിരുന്നു, അത്ര ഫ്രണ്ട്ലി ഡോഗ് അല്ലായിരുന്നു. നമ്മൾ കൊണ്ടുപോയി. നെക്സ്റ്റ് ഡേ തന്നെ ഡോക്ടർ അതിന് 2 കാലിലും സർജറി ചെയ്ത് പ്ലേറ്റ് ചെയ്തു. ആ പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് വേണം, കേജ് റെസ്റ്റ് വേണം ആൾക്ക്. പക്ഷേ നെക്സ്റ്റ് ഡേ തന്നെ ആ കേജിലാണെങ്കിൽ പോലും ആൾ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളത് ഭയങ്കരമായിട്ടും ഒട്ടും സർവൈവ് ചെയ്യത്തില്ല എന്ന് വിചാരിച്ചൊരു കേസാണ്. പക്ഷെ ആളിപ്പോൾ വന്നിട്ട് അത് റിക്കവറായി. 2 months കേജ് റെസ്റ്റ് ആയിരുന്നു. ആളിപ്പോൾ കംപ്ലീറ്റ് റിക്കവറായിട്ട് 2 കാല് നോർമൽ നടക്കുന്ന പോലെ തന്നെ നമുക്ക് റെസ്ക്യൂ സെൻറ്ററിൽ ഇവിടെ ഉണ്ട്, ആൾ നടക്കുന്നുണ്ട്. I joined Animal Rescue 3 months ago, around December. Christmas event ആയിരുന്നു ഇവിടെ ഫസ്റ്റ് വന്ന്. And I joined because I like dogs and I wanted to do something good. I've fostered 2 puppies and they were the best experiences I've had in my life. എൻ്റെ ഫാമിലിയൊക്കെ നന്നായി അറ്റാച്ച്ഡ് ആയി. പക്ഷെ കൊടുക്കേണ്ടി വന്നു. But they were very sweet, very kind. I wasn't a huge fan of dogs, but I wanted to grow closer to them, and after joining the NGO, it's been very nice.
നമുക്ക് പിന്നെ ഡോഗ്സ് അല്ലാതെ ഇവിടെ ഒരു വാട്ടർ ബഫലോ ഉണ്ട്, നമ്മൾ റെസ്ക്യൂ ചെയ്ത്, ഭയങ്കര ചെറുതായിരുന്നപ്പോൾ റെസ്ക്യൂ ചെയ്തതാണ്, ബുച്ചർ ഷോപ്പിൽ നിന്ന് റെസ്ക്യൂ ചെയ്തതാണ്. അവൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 years ആയി. കടവന്ത്ര മാർക്കറ്റിൽ എൻ്റെ അവിടെ അടുത്ത് ആരോ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന് കെട്ടിയിട്ട് പോയതാണ്. ഫുഡും വെള്ളമൊന്നും വെക്കാതെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അവിടെ, അതിൻ്റെ ഫ്രണ്ടിൽ കെട്ടിയിട്ട് പോയി. അപ്പോൾ അവിടുത്തെ ഒരു ആൻറ്റിയാണ്. അപ്പോൾ വേറൊരു ഓർഗനൈസേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ആംബുലൻസിലാണ് റെസ്ക്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അന്ന് അവൾ ഭയങ്കര ചെറുതാണ്. നമ്മുടെ ഈക്കോ ആംബുലൻസ് ഉണ്ട്, ആംബുലൻസിൽ കയറ്റിയാണ് ഞാൻ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളത്ര കംഫർട്ടബിൾ ഒന്നുമല്ലായിരുന്നു. കാരണം 2-3 ദിവസം ഫുഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, വെള്ളമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർ ആക്ച്വലി ബുച്ചർ ചെയ്യാനുള്ള ഇതിലെ പ്ലാനിങ്ങിലായിരുന്നു. അതിന് ഇവിടെ കൊണ്ടുവന്ന ആള് കുറച്ച് ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടായിരുന്നു, ഹെൽത്ത് ഡിഫിക്കൽറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. പിന്നെ നമുക്ക് രണ്ട് ആടുണ്ട് ഇവിടെ, അതിനും റെസ്ക്യൂ ചെയ്തതാണ്. അതിൽ ഒരാള് നമ്മൾ മട്ടാഞ്ചേരിയിൽ നിന്ന് ഒരു മഴയ്ക്കുള്ളൊരു സമയത്ത് നമ്മൾ അവിടുത്തെ കനാലിൽ വീണിട്ട് കിടക്കുമായിരുന്നു. അതുപോലെ കോൾ വന്ന് നമ്മുടെ വോളണ്ടിയർ ഉണ്ട് അശോകാണ് പോയി റെസ്ക്യൂ ചെയ്തത്. ആള് കുറച്ച് ദിവസം ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വീണപ്പോഴത്തേക്ക് ആഘാതത്തിൽ എന്തോ ഹെഡിന് എന്തോ ഇഞ്ചറി ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ദിവസം ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 week ഒക്കെ എടുത്തു. ആള് ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ 1 week കഴിഞ്ഞപ്പോഴാണ് ആള് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇപ്പൊ ആള് ഇവിടെ റെസ്ക്യൂ സെന്ററിലുണ്ട്. വേറൊരു ആടിനെ നമ്മൾ ഇതുപോലെ തന്നെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ട്രാഫിക്കിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈവ് ചെയ്ത് റെസ്ക്യൂവിന് പോകുന്ന സമയത്ത് തന്നെ ഇതുപോലെ റോഡിൽ ഓടുന്ന കണ്ടാണ്. അപ്പോൾ ഒരു ബുച്ചർ ഷോപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് അവർ പിടിച്ചു. പക്ഷെ ആ ഒരു ബുച്ചർ അവരെടുത്ത് തന്നെ പിന്നെ അതിനെ ബുച്ചർ ചെയ്യുന്നുള്ളത് കൊണ്ടിട്ട് നമ്മളത് കൊടുത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നാണ്. അവരും മിണ്ടാപ്രാണികൾ, അവർ നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം മനുഷ്യനാണെങ്കിൽ പോലും നമുക്കൊരു ത്രെറ്റ് വരുമ്പോഴേ നമ്മൾ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ, നമ്മളൊരാളെ തിരിച്ച് നമ്മൾ ഡിഫെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു പട്ടി നിങ്ങളെ കടിക്കാൻ വരണമെങ്കിൽ അതിപ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കണം എന്നില്ല, വേറെ ആരെങ്കിലും അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ആ രീതിയിലായിരിക്കാം അവർ ഉപദ്രവിക്കാൻ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യേണ്ട, പക്ഷേ അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന ആളുകളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ഇതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താ പറയുക, പിന്നെ ആനിമൽസിനെ നമ്മൾക്കും അവർക്കും കൂടെ അവകാശപ്പെട്ടതാ ജീവിക്കാനുള്ള ഭൂമിയായത്. അപ്പം അതും കൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ പ്രവൃത്തികൾ ചെയ്യാനായിട്ട്. നമുക്കിവിടെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ് ഉണ്ട്, വാക്സിനേറ്റഡ് ആണ്, ഡീവോംഡ് എല്ലാം ചെയ്തിട്ട് നമുക്ക് അഡോപ്ഷന് വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാ സൺഡേയും നമ്മൾ ഡോഗ് പാർക്ക് രാജേന്ദ്ര മൈതാനിൽ നമ്മൾ വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ നമുക്ക് അഡോപ്ഷൻ ഡ്രൈവ്സ് ഉണ്ട്. അപ്പോൾ അഡോപ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ അവിടെ വരാം, അല്ലെങ്കിൽ നമ്മളുടെ കോൺടാക്ട് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് 9747773950 അല്ലെങ്കിൽ 7902773950 എന്നുള്ള നമ്പറുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അഡോപ്ഷനും അതുപോലെ പ്രോസസ്സ് എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡൊണേഷൻസ് ആണെങ്കിൽ നമുക്ക് ട്രസ്റ്റിന് ഡയറക്റ്റായിട്ട് അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ ആളുകൾ ചെറുതായിട്ട് ഡൊണേറ്റ് ചെയ്താൽ നമുക്ക് ഒരു ഡോഗിനെങ്കിലും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പറ്റാവുന്ന രീതിയിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. സ്നേഹത്തിൻ്റെയും ദയയുടെയും കൈകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വലുതും ചെറുതുമായ എല്ലാ ജീവജാലങ്ങൾക്കും ശോഭനമായ ഒരു ഭാവി സൃഷ്ടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം.